നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. UDFനെ സംബന്ധിച്ച് സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന ജില്ലകളിലൊന്ന് ഇത്തവണ കോഴിക്കോട് കൂടിയാണ്. കാരണം കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി കോൺഗ്രസിന് ഒരു MLA പോലും സംഭാവന ചെയ്യാൻ പറ്റാത്ത ഒരു ജില്ലയാണ് കോഴിക്കോട്. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ മാറി മറയുമെന്നാണ് UDF ക്യാമ്പ് പറയുന്നത്. അതിന് ഉദാഹരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിലെ വലിയ നേട്ടം തന്നെയാണ്. കോഴിക്കോട് ജില്ലയിലെ കൂടുതൽ പഞ്ചായത്തുകൾ കോൺഗ്രസിനെ സംബന്ധിച്ച് UDFനെ സംബന്ധിച്ച് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. ഒപ്പം തന്നെ ചരിത്രത്തിൽ ആദ്യമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ ഭരണം UDF നേടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ കോഴിക്കോട് മികച്ച രീതിയിൽ കോൺഗ്രസിന് ഒന്നിൽ കൂടുതൽ MLA-മാരുണ്ടാകുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് കോൺഗ്രസ് നേതൃത്വം പ്രകടിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത്തവണ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ കോഴിക്കോട് ജില്ലയിൽ ആരൊക്കെയായിരിക്കും എന്നുള്ളതാണ് പ്രധാനമായും ഇവിടെ നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ തവണ വരെ കോൺഗ്രസ് മത്സരിച്ച ഒരു നിയോജക മണ്ഡലമായിരുന്നു മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ സ്വന്തം തട്ടകമായിട്ടുള്ള ബേപ്പൂർ എന്നുള്ളത്. ബേപ്പൂരിൽ പക്ഷേ ഇത്തവണ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആയിരിക്കില്ല മത്സരിക്കുക എന്നൊരു വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. കാരണം അവിടേക്ക് UDFന്റെ അസോസിയേറ്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള PV അൻവർ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. അദ്ദേഹം കോഴിക്കോട് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. PV അൻവർ ആയിരിക്കും മന്ത്രി PA മുഹമ്മദ് റിയാസിനെതിരെ ബേപ്പൂരിൽ മത്സരിക്കുക. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരിക്കില്ല. മറ്റെവിടെയൊക്കെ ആയിരിക്കും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുക? തൊട്ടിപ്പുറത്തുള്ള കോഴിക്കോട് നോർത്ത്, ബേപ്പൂര് കഴിഞ്ഞാൽ പിന്നീട് കോൺഗ്രസിന്റെ സീറ്റ് എന്ന് പറയുന്നത് കോഴിക്കോട് നോർത്താണ്. കോഴിക്കോട് സൗത്ത് കഴിഞ്ഞ് നേരെ വരുന്നത് കോഴിക്കോട് നോർത്താണ്. അവിടെ കഴിഞ്ഞ തവണ മത്സരിച്ചത് യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള KM അഭിജിത്താണ്. മികച്ച പ്രകടനമായിരുന്നു തോട്ടത്തിൽ രവീന്ദ്രനെതിരെ. അന്ന് KM അഭിജിത്ത് എന്ന് പറയുന്ന അന്നത്തെ സ്ഥാനാർത്ഥികളിൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ബേബിയായിരുന്ന, അന്ന് KSUവിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന KM അഭിജിത്ത് കാഴ്ചവെച്ചത്. ഇത്തവണ അവിടെ മത്സരിക്കുന്നത് KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് K ജയന്തായിരിക്കും. കാരണം K ജയന്തിനെ സംബന്ധിച്ച് കോൺഗ്രസിലെ സീനിയർ നേതാവായിട്ടുകൂടി, ജില്ലയിലെ തന്നെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുകൂടി അദ്ദേഹത്തെ സംബന്ധിച്ച് ഇതുവരെ മത്സര രംഗത്തേക്ക് ഇറങ്ങാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഇത്തവണ പാർട്ടി നിർബന്ധമായും സീറ്റ് കൊടുക്കും എന്നുള്ളതാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ K ജയന്ത് മത്സരിക്കുക. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വ്യക്തിബന്ധങ്ങളുള്ള കോഴിക്കോട് നോർത്തിലായിരിക്കും. മാത്രമല്ല K ജയന്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ജില്ലാ അധ്യക്ഷനായി വന്ന് സമര പോരാട്ടങ്ങളിലൂടെ വളർന്ന ഒരു നേതാവാണ്. KPCC സെക്രട്ടറിയായി രമേശ് ചെന്നിത്തല KPCC അധ്യക്ഷനായിരിക്കുന്ന കാലം മുതൽ പിന്നീട് MM ഹസനും VM സുധീരനും ഒക്കെ മാറി മാറി വന്ന കമ്മിറ്റികളിൽ എല്ലാം തന്നെ അദ്ദേഹം KPCC സെക്രട്ടറിയായി ഉണ്ടാവുകയും K സുധാകരന്റെയും സണ്ണി ജോസഫിന്റെയും കമ്മിറ്റിയിൽ ജനറൽ സെക്രട്ടറിയായി ഉണ്ടാവുകയും അറ്റാഷെ സെക്രട്ടറി പോലുമായ ഒരു വ്യക്തിത്വമാണ് K ജയന്ത് എന്ന് പറയുന്നത്. ആ വ്യക്തിക്ക് ഇത്തവണ തീർച്ചയായും സീറ്റ് കൊടുക്കണമെന്ന വികാരം UDFനകത്ത് തന്നെ ശക്തമാണ്. അതുകൊണ്ട് കോഴിക്കോട് നോർത്തിൽ K ജയന്ത് ആയിരിക്കും. അത് കഴിഞ്ഞാൽ വരുന്നത് പിന്നീട് എലത്തൂർ നിയോജക മണ്ഡലമാണ്. എലത്തൂർ നിയോജക മണ്ഡലത്തിൽ ഇത്തവണ വരുന്നത് വിദ്യാ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ യുവ വനിതാ പോരാളിയാണ്. അവരും KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. വിദ്യാ ബാലകൃഷ്ണനെ അവിടെ നിർത്തിക്കൊണ്ട് ഇത്തവണ എലത്തൂർ നിയോജക മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസമാണ് കോൺഗ്രസ് പ്രകടിപ്പിക്കുന്നത്. സ്വാഭാവികമായും അത് മന്ത്രി AK ശശീന്ദ്രന്റെ മണ്ഡലമായിരുന്നു. NCPയുടെ കൈവശമുള്ള മണ്ഡലമാണ്. ഇത്തവണ മന്ത്രി AK ശശീന്ദ്രൻ മത്സരരംഗത്ത് ഉണ്ടാവില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ LDFന്റെ ജില്ലാ കൺവീനറായിട്ടുള്ള മുക്കം മുഹമ്മദ് ആയിരിക്കും NCPയുടെ സ്ഥാനാർത്ഥി എന്നുള്ള സൂചനകൾ പുറത്തു വരുമ്പോൾ, ഇനി അതല്ല NCPയിൽ നിന്നും CPIM അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ പോലും കരുത്തുറ്റൊരു സ്ഥാനാർത്ഥിയെ CPIM അവിടെ നിർത്തുമെന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും വിദ്യാ ബാലകൃഷ്ണന്റെ വ്യക്തിബന്ധങ്ങൾ അവിടെ തുണയ്ക്കുമെന്നൊരു പ്രതീക്ഷ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നീടുള്ള മണ്ഡലം കൊയിലാണ്ടിയാണ്. കൊയിലാണ്ടിയിലാണ് ഏറ്റവും കരുത്തുറ്റൊരു പോരാട്ടം നടക്കുന്നത്. കാനത്തിൽ ജമീല എന്ന് പറയുന്ന അകാലത്തിൽ പൊലിഞ്ഞുപോയ ഏറ്റവും ജനകീയായ MLAയുടെ അസാന്നിധ്യം അവിടെയുണ്ട്. ഒപ്പം തന്നെ കൊയിലാണ്ടി എന്ന് പറയുന്നത് ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ അനുകൂല ഘടകം അവിടെയുണ്ട് എന്നുള്ളതാണ്. ആ ഒരിടത്തേക്ക് വരുന്നത് കോഴിക്കോട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ വിജയത്തിലേക്ക് നയിച്ച കോഴിക്കോട് DCCയുടെ അധ്യക്ഷനായിട്ടുള്ള K പ്രവീൺകുമാറാണ്. അദ്ദേഹം അവിടെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. പാർട്ടി അദ്ദേഹത്തോട് അവിടേക്ക് ഇറങ്ങാൻ നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇപ്പോൾ കൊയിലാണ്ടി മണ്ഡലത്തിൽ സജീവമാണ്. K പ്രവീൺകുമാർ ആയിരിക്കും കൊയിലാണ്ടി നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്നുള്ളതാണ് നമുക്കറിയാൻ പറ്റുന്ന മറ്റൊരു വിവരം. ഒപ്പം തന്നെ മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് നാദാപുരമാണ്. നാദാപുരം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന് വലിയ മേൽക്കൈയുള്ള മണ്ഡലമാണ്. പക്ഷേ നാദാപുരവും കുറ്റ്യാടിയും ഇത്തവണ വെച്ചുമാറും എന്നൊരു സൂചനകളുണ്ടായിരുന്നു. എന്നാൽ കുറ്റ്യാടി വെച്ചുമാറുന്നതിനോട് പാറക്കൽ അബ്ദുള്ളയെ പോലുള്ള ഒരു മുൻ MLAക്ക് കുറ്റ്യാടിയിലെ ജനപ്രതിനിധിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് താല്പര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നു. സ്വാഭാവികമായും ഇത്തവണ നാദാപുരം കോൺഗ്രസ് തന്നെയായിരിക്കും മത്സരിക്കുക. അവിടെ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള KM അഭിജിത്തിനെ ഇറക്കിയാൽ മിന്നും വിജയം നേടാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷ കോൺഗ്രസ് ക്യാമ്പിനുണ്ട്. അതുകൊണ്ട് KM അഭിജിത്തിന്റെ പേരിലാണ് കോൺഗ്രസ് നേതൃത്വം ഇത്തവണ പ്രാമുഖ്യം നൽകുന്നത്. അവിടെ KM അഭിജിത്തിനോട് അവിടെ പ്രവർത്തനത്തിന് ഇറങ്ങാൻ പാർട്ടി നേതൃത്വം പരോക്ഷമായി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഷാഫി പറമ്പിൽ വടകരയിൽ ഇറങ്ങിയതുപോലൊരു
ഇമ്പാക്ട് KM അഭിജിത്തിനെ പോലൊരു യുവമുഖം നാദാപുരത്ത് ഇറങ്ങുന്നതിലൂടെ അതിന്റെ പരിസരങ്ങളിലും ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഒരു പ്രതീക്ഷ. പക്ഷേ നാദാപുരവും പേരാമ്പ്രയും തമ്മിൽ വെച്ചുമാറുമെന്നുള്ള സൂചനകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അത് സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനം ഇതുവരെ UDF നേതൃത്വത്തിനകത്ത് വന്നിട്ടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ KM അഭിജിത്ത് പേരാമ്പ്രയിലേക്ക് മാറാനും സാധ്യതയുണ്ട്. എങ്കിൽ കൂടിയും നാദാപുരം തന്നെയായിരിക്കും കോൺഗ്രസിന്റെ സീറ്റായിട്ടുണ്ടാവുക എന്നുള്ളതാണ് മറ്റൊരു വിവരം. പിന്നീട് മറ്റൊരു സീറ്റ് ബാലുശ്ശേരിയാണ്. ബാലുശ്ശേരി നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ധർമ്മജൻ ബോൾഗാട്ടി എന്ന് പറയുന്ന സർപ്രൈസ് സ്ഥാനാർത്ഥിയിലൂടെ സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധ നേടിയ ഒരു സംവരണ മണ്ഡലം. ധർമ്മജൻ ബോൾഗാട്ടി എന്ന് പറയുന്ന ചലച്ചിത്ര താരം പെട്ടെന്നൊരു ദിവസം UDFന്റെ സ്ഥാനാർത്ഥിയായി വരുന്നു. അവിടെ KM സച്ചിൻ ദേവ് എന്ന് പറയുന്ന യുവ MLA അവിടെ വിജയിച്ചു പോകുന്നു. അങ്ങനെ വലിയൊരു വിജയം അവിടെ LDFന് നേടാൻ പറ്റിയെന്നുള്ളതാണ്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയല്ല കേട്ടോ കാര്യങ്ങൾ. മറിച്ച് ഇത്തവണ UDFനെ സംബന്ധിച്ച് വലിയൊരു അനുകൂല ഘടകം ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിൽ ആകമാനം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ട്. അവിടെ ഒരു കരുത്തുറ്റ ഒരു യുവമുഖത്തെ ഇറക്കിയാൽ ബാലുശ്ശേരി പിടിക്കാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. മാത്രമല്ല അത് സംവരണ മണ്ഡലവുമാണ്. അങ്ങനെ വരുമ്പോൾ യുവമുഖങ്ങൾ എന്ന് പറയുമ്പോൾ ജില്ലയിൽ തന്നെയുള്ള ഒരു യുവമുഖത്തെ പരിഗണിക്കണമെന്നൊരു ആവശ്യം ശക്തമാണ്. ആ ഒരു പരിഗണന പോകുന്നത് VT സൂരജ് എന്ന് പറയുന്ന KSUവിന്റെ കോഴിക്കോട് ജില്ലാ അധ്യക്ഷനിലേക്കാണ്. VT സൂരജിനെ നമുക്കറിയാം പല സമരങ്ങൾ നയിച്ച് പ്രത്യേകിച്ച് ചോദ്യപേപ്പർ ചോർച്ചാ വിവാദമൊക്കെ പൊതുസമൂഹത്തിന് മുൻപിൽ എത്തിച്ച ഒരു സമരനായകനാണ് അദ്ദേഹം. KSUവിന്റെ ജില്ലാ അധ്യക്ഷനാണെങ്കിലും സംസ്ഥാന തലത്തിൽ തന്നെ ഏറെ കോളിളക്കം സൃഷ്ടിച്ച സമരങ്ങൾ നയിക്കാൻ അത്തരം വിഷയങ്ങൾ പുറത്തു കൊണ്ടുവരാൻ കെൽപ്പുള്ള ഒരു യുവ നേതാവാണ് അദ്ദേഹം. അത് തെളിയിച്ചതാണ്. ആ വിദ്യാർത്ഥി നേതാവിനായിരിക്കും ഇത്തവണ ബാലുശ്ശേരിയിൽ നറുക്ക് വീഴുക എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അങ്ങനെ ഒരു യുവ സമ്പന്നമായ ഒരു മുഖമായിരിക്കും കോഴിക്കോട് കോൺഗ്രസിന് വേണ്ടി കളത്തിലിറങ്ങുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഫലത്തിൽ ഇത്തവണ കോൺഗ്രസ് രണ്ടും കൽപ്പിച്ചാണ് കോഴിക്കോട് ഇറങ്ങുന്നത്. എന്തായാലും ഒന്നിൽ കൂടുതൽ MLA-മാരെ ഇത്തവണ കോഴിക്കോട് നിന്നും സൃഷ്ടിക്കുക എന്ന ലക്ഷ്യമാണ് അവരെ സംബന്ധിച്ചിട്ടുള്ളത്. അത് കൃത്യമായി തന്നെ ആ മിഷൻ ഇത്തവണ നടപ്പിലാക്കുമെന്നുള്ള സൂചനയാണ് നൽകുന്നത്. ഒപ്പം ഘടകകക്ഷിയുള്ള സീറ്റുകളും പരമാവധി വിജയിക്കുക എന്നൊരു ലക്ഷ്യവും കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടുണ്ട്. അത്തരം പ്രവർത്തനങ്ങളുമായി കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോവുകയാണ്. ഇവരെ സംബന്ധിച്ച് ലഭിക്കുന്ന ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് CPIM ക്യാമ്പിൽ LDFന്റെ സ്ഥാനാർത്ഥികളെ ഇതുവരെയായി പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ അത് സംബന്ധിച്ച് ചർച്ചയോ തുടങ്ങിയിട്ടില്ല. എങ്കിൽ കൂടിയും CPIMന് വേണ്ടി വിവിധ മണ്ഡലങ്ങളിൽ മുതിർന്ന നേതാക്കൾ ഇറങ്ങുമെന്നുള്ള സൂചനയുണ്ട്. അങ്ങനെയെങ്കിൽ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കടുത്ത പോരാട്ടമായിരിക്കും നടക്കുക എന്നുള്ളത് സുവ്യക്തമാണ്.